ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വാഴയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഈ വാഴയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അരിഞ്ഞിടാം. വാഴയ്ക്ക അരിഞ്ഞിടുമ്പോൾ കുറച്ച് ഉപ്പ് പൊടിയോ കുറച്ച് മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോ കഴുകിയെടുത്താൽ ഇതിൻ്റെ കറയൊക്കെ മാറിക്കിട്ടും. ഇല്ലെങ്കിൽ അതിന് വാഴയ്ക്ക ഭയങ്കര കറയായിരിക്കും. ഞാനത് ഉപ്പ് പൊടിയാണ് ഇട്ടിട്ടുള്ളത് വെള്ളത്തിൽ. ഇങ്ങനെ ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. അത് ഇതുപോലെ തന്നെ അരിയണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അരിഞ്ഞെടുക്കാം. ഇതിനെ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ കറയെല്ലാം അങ്ങ് മാറിക്കും. അത് 2-3 വെള്ളം കഴുകിയെടുത്തിട്ട് വരാം. കുറച്ച് ഒരു പാത്രം അടുപ്പി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. മുളക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഈ വാഴക്കയും കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് കുഴഞ്ഞു പോവാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അടപ്പ് തുറന്ന് നോക്കണം, വെന്ത് കുഴഞ്ഞു പോകരുത്. ഇത് വെന്തോന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കും. കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ചൂട് വെള്ളമാണേ, ഇത് വേവാറായി, അതുകൊണ്ടാണ് ഞാൻ ചൂട് വെള്ളം ഒഴിച്ചത്. കുറച്ച് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയി, ഇത് പച്ചമുളകും കൂടെ ചേർക്കാം. ഒരു 4 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇടാൻ ഞാൻ വിട്ടുപോയതാണ്. കുറച്ച് തേങ്ങയും കൂടെ ചേർക്കും. പച്ചമുളക് ആദ്യമേ ചേർക്കേണ്ടതാണ്, ഞാൻ വിട്ടുപോയതാണ്. ആദ്യമേ ചേർക്കണം പച്ചമുളക്. ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കും. കുറച്ചുകൂടെ ഇത് വേവാനുണ്ട്, ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കും. പച്ചമുളക് വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. പച്ചമുളക് വാഴയ്ക്ക് ഇടുമ്പോഴേ ചേർക്കേണ്ടതാണ്, ഞാൻ വിട്ടുപോയതാണ്. നല്ല അടിപൊളി രുചിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി ഇത് മതി, ഇത് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് വെന്ത് കുഴഞ്ഞു പോയാൽ കൊള്ളൂല, ഇതുപോലെ നല്ല ഇതായിട്ടിരിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് കാണുള്ളൂ. കുഴഞ്ഞു പോയാൽ അധികം രുചി കാണൂല. അതുകൊണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇത് മതി. ഇത് ഞങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്തിയ കറിവേപ്പിലയാണ്. വീടിൻ്റെ പല ഭാഗത്തായി 3 മൂടി കറിവേപ്പ് നട്ടിട്ടുണ്ട്. ആവശ്യം പോലെ കറിവേപ്പിലയും കിട്ടുന്നുണ്ട്. കറിവേപ്പ് നല്ല രീതിയിൽ നട്ടു വളർത്തുന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണണേ. എല്ലാവരും കറിവേപ്പ് ചെടിച്ചട്ടിയിലെങ്കിലും നട്ടു വളർത്തണേ. രുചികരമായ വാഴയ്ക്ക മെഴുക്ക് വരട്ടി തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബും ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണേ.